മലയാളികളുടെ പ്രീതി പിടിച്ചുപറ്റിയ ഒരു താരം തന്നെയാണ് ചക്കപ്പഴം എന്ന സീരിയലിലൂടെ പൈങ്കിളി എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത ശ്രുതി രജനീകാന്ത്. ഇന്ന് ഒരു നടിയായി മാത്രമല്ല, ഒരു സ്വന്തമായി ബിസിനസ്സുകാരി എന്നുകൂടി ഒരു വിളിപ്പേരുണ്ട് ശ്രുതിക്ക്. ശ്രുതി ഇപ്പോഴും ആ വാർത്തകൾക്ക് കാതോർത്തിരിക്കാറുണ്ട്. ഇപ്പോഴിതാ ശ്രുതിയുടെ അമ്മ പറയുന്ന ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഇപ്പോൾ ശ്രുതിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം തിയേറ്ററിൽ തന്നെ അവർ കാണിച്ചപ്പോൾ അതിന് മറുപടിയായി അമ്മ കുറിച്ചത് കണ്ടും ശ്രുതിയുടെ കണ്ണുകൾ നിറഞ്ഞത് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മോളെ പണ്ട് ഒരുപാട് പുച്ഛിച്ചിട്ടുണ്ട്. നിന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്നൊക്കെ ഞാൻ അവളെ താഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ എനിക്കിപ്പോൾ പശ്ചാത്താപം തോന്നുന്നു, കുറ്റബോധം തോന്നുന്നു. അതോടൊപ്പം ഇപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നത്, ഞാൻ എൻ്റെ മകളെ ഒരുപാട് തവണ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ട്, അവളെ നിർബന്ധം പിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ കുറ്റബോധത്തിൻ്റെ കൂടെയാണ് കാണുന്നത്. അങ്ങനെയൊന്നും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇതാണ് നടി ശ്രുതി രജനീകാന്തിൻ്റെ അമ്മയുടെ വാക്കുകൾ. ഇത് കേട്ടതും മിക്ക പ്രേക്ഷകർക്കും അതൊരു സങ്കടമായി മാറി. അമ്മയ്ക്ക് ഒടുവിൽ മനസ്സിലായി. എങ്കിലും പ്രേക്ഷകരെല്ലാവരും ആ ഒരു വാർത്തയെക്കുറിച്ച് കാണുമ്പോഴും സംസാരിക്കുമ്പോഴും അതുതന്നെയാണ് പറയുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നതും. ശ്രുതിയോട് വളരെയധികം സ്നേഹം പുലർത്തുന്നവരാണ് മിക്ക പ്രേക്ഷകരും. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇത്തരത്തിൽ വൈറലാകാറുണ്ട്. താരത്തിൻ്റെ പെർഫ്യൂം ബ്രാൻഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി മാറുന്നത്. അതിനിടയിൽ തന്നെയാണ് അഭിനയം നല്ല ഭംഗിയായി ശ്രുതി കൊണ്ടുപോകുന്നതും. അഭിനയം എന്നും മുൻപന്തിയിൽ തന്നെയാണ്, അത് വിട്ടിട്ടൊരു കളിയുമില്ല. അതുകൊണ്ട് തന്നെയാണ് അഭിനയം എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതും. അമ്മയും അച്ഛനും ആരും അങ്ങനെ പിന്തുണയ്ക്കാതിരുന്ന സമയത്ത് പോലും ശ്രുതി പിന്തുണച്ചിരുന്നതും ശ്രുതിക്ക് എല്ലാം കൂടെ ഉണ്ടായിരുന്നതും സ്വയമേ തന്നെയായിരുന്നു. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പ്രാപ്തയായിരുന്നു. ആര് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നാലും അപ്പോഴൊക്കെ തന്നെയും പ്രേക്ഷകരുടെ കണ്ണ് നനയിപ്പിക്കുന്ന രീതിയിൽ പൈങ്കിളി എത്തിയിട്ടുണ്ടായിരുന്നു. ചക്കപ്പഴം എന്ന കോമഡി പരമ്പരയിലൂടെയാണ് ശ്രുതി രജനീകാന്ത് എന്ന നടിയെ മലയാളികൾ പരിചയപ്പെട്ടത്. കോമഡിയിൽ ഇനിയും ഒരുപാട് സാധ്യതകൾ ശ്രുതിക്കുണ്ട് എന്ന് തന്നെ പറയണം. ആ രംഗത്ത് തന്നെ സജീവമാകുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് തെറ്റി. ശ്രുതി രജനീകാന്തിൻ്റെ ഇതുവരെ കാണാത്ത ഒരു വേർഷനാണ് ബ്ലൂ ലില്ലി എന്ന ഹ്രസ്വചിത്രത്തിൽ കാണുന്നത്. അഭിനയത്തിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത ആർജയായി ദുബായിലേക്ക് പോയതാണ് ശ്രുതി. അവിടെ നിന്നാണ് ബ്ലൂ ലില്ലി എന്ന ഹ്രസ്വചിത്രത്തിലേക്കുള്ള അവസരം ലഭിച്ചത്. രണ്ടാം ഇന്നിങ്സ് കോമഡി ട്രാക്കിലല്ല, ഇതുവരെ കാണാത്ത വിധം ഇമോഷണൽ ഡെപ്തുള്ള ഒരു കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ശ്രുതി അവതരിപ്പിച്ചിരിക്കുന്നത്. അത് കണ്ട് തന്നെയാണ് അമ്മ ഇതിനെക്കുറിച്ച് പറയുന്നതും. അമ്മ കണ്ണീരോടെ പറയുന്നതും ശ്രുതിയെ കണ്ണീരിൽ ആഴ്ത്തുന്നതും കാണാം. കണ്ണീര് പിടിച്ചു വെച്ചായിരുന്നു ശ്രുതി വേദിയിൽ നിന്നത്. അമ്മ പൊട്ടിക്കരയുകയും അവൾ ഇപ്പോൾ ചെയ്തത് കണ്ട് എനിക്ക് അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞ നിമിഷം തന്നെ തിരിഞ്ഞു നിന്ന് മുഖം പൊത്തി കരയുകയായിരുന്നു ശ്രുതി. അത്രയേറെ വിഷമത്തിലായിരുന്നു ശ്രുതി നിന്നത്. സന്തോഷാശ്രുവാണതെല്ലാം. കാരണം അമ്മയുടെ വായിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് കേൾക്കാൻ വളരെയേറെ നാളുകളായി കാത്തിരിക്കുകയായിരുന്നു. സ്വന്തം അമ്മ തന്നെ ഇത്തരത്തിൽ പറയുമ്പോൾ അതൊരു അഭിമാനകരമായ നേട്ടമാണ് എന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.